ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ ഇത് IBPS POൻ്റെ റിസൾട്ട് സ്റ്റാറ്റസ് ആണ്. പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് സ്റ്റാറ്റസ് ആണ്. ഇവിടെ കാണുന്ന പോലെ ഞാൻ പ്രിലിംസ് പാസ്സായിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ചെയ്യാൻ ഇത്രയും 2-3 ദിവസം കഴിഞ്ഞതിൻ്റെ കാരണം എനിക്ക് ഇന്നലെ ആയിരുന്നു SBI ക്ലർക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എക്സാം എഴുതാൻ പോയത് SBI ക്ലർക്കിൻ്റെത്. IBPS POൻ്റെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്നായിരുന്നു എനിക്ക് SBI ക്ലർക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കൺഗ്രാജുലേഷൻസ് കണ്ടുപോയപ്പം വളരെയധികം ഹാപ്പിയായി. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ IBPS POൻ്റെ എക്സാം അറ്റംപ്റ്റ് ചെയ്തത്, ഏത് ഷിഫ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ IBPS PO അറ്റംപ്റ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, ക്രാക്ക് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യുക എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് എ ബിഗ് വലിയൊരു കാര്യമൊന്നുമല്ല. ഇറ്റ്സ് ഓക്കെ. ഇനി എക്സാംസ് വരാനുണ്ട്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. സോ IBPS POൻ്റെ എക്സാം എനിക്കുണ്ടായിരുന്നത് 23rd ആണെന്ന് തോന്നുന്നു. 23rd എനിക്ക് കിട്ടിയത് ഫസ്റ്റ് ഷിഫ്റ്റാണ്, അതായത് ഫസ്റ്റ് രാവിലത്തെ ഷിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ 7:30 മറ്റായിരുന്നു അവർ റിപ്പോർട്ടിംഗ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7:30 അവിടെ എത്തണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ട്രെയിനിന് പോകണമായിരുന്നു. ഞാനൊരു 5 o'clock ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ, അതും ഒറ്റയ്ക്ക് ഒരു എക്സാം സെൻറ്ററിലേക്ക് പോവേണ്ടി വന്നത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് പോയത്. അപ്പം ഞാനിത് കുറേ പ്രാവശ്യം ഞാൻ ആലോചിച്ചാണ് ഇത് എഴുതണോ, അറ്റംപ്റ്റ് ചെയ്യണോ. SBI PO ആണ് ഞാൻ ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്ന എക്സാം. അപ്പോൾ SBI POൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ബാങ്ക് എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എഴുതിയ എക്സാമാണ് SBI PO. ഞാൻ മെയ് മന്തിലാണ് എക്സാമിനേഷന് മെയ് മാസം മുതലാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബാങ്കിങ്ങിലേക്ക് ഇറങ്ങാമെന്നുള്ള തീരുമാനമെടുത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് മെയ് മന്ത് മുതലാണ്. അപ്പം മെയ് മന്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആദ്യം കിട്ടിയ എക്സാം SBI POൻ്റെ എക്സാമാണ്. SBI POൻ്റെ എക്സാം ഞാൻ PO ലെവലിലേക്ക് ഒട്ടും എത്തിയിട്ടില്ല എന്നുള്ളത് എൻ്റെ സ്വയം വിലയിരുത്തലായിരുന്നു. PO ലെവലിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ ഞാൻ ആയിട്ടില്ല എന്നുള്ളത് SBI PO എഴുതാൻ പോകുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചുണ്ടായിരുന്നൊരിതാണ്. അപ്പോൾ SBI PO എഴുതുമ്പോൾ ഞാൻ അത്രയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് SBI POക്ക് വേണ്ടി ഞാൻ മോക്ക് ടെസ്റ്റ് അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ബാക്കി ക്ലർക്ക് ലെവൽ എക്സാംസൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുമ്പം SBI POൻ്റെ എക്സാമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അതിൽ എനിക്കറിയാം കിട്ടില്ല എന്ന് എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് എക്സാം ലെവൽ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാം എന്നുള്ള രീതിയിലാണ് എക്സാം എഴുതാൻ വേണ്ടി പോയത്. അതെനിക്ക് ഉച്ചക്കത്തെ ഷിഫ്റ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോകാനുള്ള, രാവിലെ ഇറങ്ങിയാൽ മതി, വലിയ ഉറക്കൊഴിഞ്ഞ് പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി എഴുതി. ഓക്കെ, അപ്പം നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ആൻഡ് പിന്നെ വന്നത് IBPS POൻ്റെ എക്സാമാണ്. IBPS POൻ്റെ എക്സാമും ഞാൻ ഇതുപോലെ PO ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും കൺസെപ്റ്റ് കുറച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മോക്ക് ടെസ്റ്റുകളൊക്കെ പാസ്സാവുന്നു, അത്യാവശ്യമാണ്, എല്ലാം പാസ്സാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. IBPS POൻ്റെ അവസാനമാകുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ പാസ്സായി വന്നിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോരാത്തതിന് എക്സാം ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഷിഫ്റ്റാണ്. രാവിലെ 7:30 റിപ്പോർട്ട് ചെയ്യണം, 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകണം. ഞാൻ അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ IBPS PO എഴുതാൻ വേണ്ടി പോയത്. അപ്പം അങ്ങനെയുള്ള കുറേ പേഴ്സണൽ ചലഞ്ചസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പോയേ പറ്റൂ എന്നുള്ളൊരിത്. അപ്പോൾ എനിക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, എഴുതാണ്ടിരിക്കാം, നീ പഠിച്ചിട്ടില്ലല്ലോ, സോ എഴുതേണ്ട ആവശ്യമില്ല, വെറുതെ എന്തിനാ പോയി ട്രൈ ചെയ്യുന്നത്, കിട്ടില്ലല്ലോ, കിട്ടാത്തതുകൊണ്ട് വെറുതെ എഴുതണോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എന്തോ അതിന് എക്സാമിൻ്റെ ഒരു 2 ദിവസം മുമ്പ് വരെ ഞാൻ എക്സാം എഴുതുന്നില്ല. ഞാൻ ഹോൾ ടിക്കറ്റ് പോലും, അഡ്മിറ്റ് കാർഡ് പോലും ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ, പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആധാർ കാർഡിൻ്റെ കോപ്പി പ്രിൻ്റ് ചെയ്തിട്ടില്ല, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. 2 ദിവസം മുമ്പ് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ IBPS POൻ്റെ എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ വെറുതെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അഥവാ എഴുതേണ്ടി വന്നാലോ എഴുതാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പം പിന്നെ എഴുതിയ മോക്ക് ടെസ്റ്റുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിട്ട് എനിക്ക് കണ്ടു. SBI POൻ്റെ ഞാൻ ആ ഒരു അയലത്തെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു 50 അറ്റംപ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നുള്ളൂ SBI POൻ്റെ ആ സമയത്ത്. അപ്പോൾ നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. സോ ഒരു 35+ മാർക്ക് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും SBI PO കിട്ടൂല എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ മനസ്സിൽ.
ആ എക്സാം എഴുതിയൊരു എക്സ്പീരിയൻസും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു IBPS POയും എഴുതിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ 2 ദിവസം മുമ്പ് ആ 2 ദിവസമൊക്കെ ചെയ്ത മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നതിൽ എനിക്ക് കുറച്ചും കൂടി അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി. കട്ട് ഓഫുകൾ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഒരു 55 ഒക്കെ മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പോവേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതിപ്പം ക്ലർക്കാണെങ്കിൽ പോവണമല്ലോ, അപ്പം അതിലേക്കൊരു ഇപ്പോൾ ക്ലർക്കിൻ്റെ എക്സാമാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ക്ലർക്കിൻ്റെ എക്സാമിൽ കാരണം എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്, ഭയങ്കര ആൻസിറ്റിയാണ്. അപ്പോൾ എനിക്ക് ക്ലർക്ക് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഉള്ളത്. അപ്പം ക്ലർക്കിൻ്റെ എക്സാം ഇപ്പോൾ ഈ രാവിലെ 5 മണിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയില്ലേ, പരിചയമില്ലാത്തൊരു രീതിയിലേക്ക് പോകണ്ടല്ലോ, ആ സമയത്ത് ഇരുന്ന് ടെൻഷൻ എടുക്കണമല്ലോ. ഇപ്പോൾ കൂളായിട്ട് പോയിട്ട് എഴുതും, ഇപ്പോൾ എക്സാമിനെ കുറിച്ച് ചിന്തയില്ലല്ലോ. അങ്ങനെ പോയി എഴുതിയതാണ് IBPS POൻ്റെ പ്രിലിംസ് എന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ പോയി എക്സാം സെൻറ്ററിലെത്തി. എനിക്കൊരു കോർണർ സീറ്റാണ് കിട്ടിയത്, എനിക്കൊരു കോർണർ സിസ്റ്റമാണ് കിട്ടിയത്. എനിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഹോൾ ടിക്കറ്റ് എടുത്തത് തലേനാളാണ്, പ്രിൻ്റ് എടുക്കാൻ ഇവിടെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹോൾ ടിക്കറ്റ് വേറൊരാളെ കൊണ്ട് എടുപ്പിച്ചു, അങ്ങനെ കുറച്ച് ഹറി ബറി ആയിട്ടാണ്. പിന്നെ അതേപോലെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറേ ദൂരം നടന്നു പോയിട്ട് ഹോൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ഇതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. എന്നുവെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം, നമ്മൾ മുമ്പേ എടുത്ത് വെക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എക്സാം എഴുതുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ തലേന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് പോവാന്ന് പറയുമ്പോൾ പോയി എഴുതാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് രാവിലെ 6 മണിക്കൊന്നും ഒരു ഷോപ്പും തുറക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. പിന്നെ എക്സാം സെൻറ്ററിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പോയ എക്സാം സെൻറ്റർ തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ പ്രിൻറ്റിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അവൻ്റെ തൊട്ടടുത്തൊന്നും അങ്ങനെ ഇതില്ല. നമ്മൾ പോകുന്നത് ബസ്സിലോ ഓട്ടോ ആക്കിയിട്ടായിരിക്കും, വണ്ടിയില്ല. പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് പോയി എടുക്കാനുള്ളൊരു ഇത്. അപ്പോൾ തലേന്ന് എന്തായാലും എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഹറിബറി ആയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ ഇറ്റ്സ് ഗോൺ ഗുഡ് എന്ന് പറയാം. എല്ലാം നല്ല രീതിയിൽ നടന്നു, എല്ലാം കിട്ടി. പിറ്റേന്ന് രാവിലെ പോയി, ഒറ്റയ്ക്ക് പോയി. ആൻഡ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഫസ്റ്റ് ടൈം ട്രെയിനിൽ പോകുന്നത്. ഫസ്റ്റ് ടൈം അല്ല, ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈം ട്രെയിനിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പോയി, രാവിലെ അവിടെ എത്തി. പിന്നെ എക്സാം സെൻറ്ററിലേക്ക് പോയി. അവിടെ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിരുന്നു. എക്സാം ഹാളിലെത്തിയപ്പോൾ എനിക്കൊരു കോർണർ സീറ്റാണ് കിട്ടിയത്. കോർണർ സീറ്റിലെ സിസ്റ്റം എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ വീട്ടിൽ ചെയ്യുന്നത്, എനിക്ക് കമ്പ്യൂട്ടർ ഇതുണ്ട്, സ്റ്റാൻഡ് ഉണ്ട്. അപ്പം അതിൽ ഇങ്ങനെ വെച്ച് എഴുതേണ്ട, നമ്മൾ ഷീറ്റ് വെച്ച് എഴുതുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ആ കംഫർട്ട് എനിക്ക് അവിടെ എക്സാം ഹാളിൽ കിട്ടണമെന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് കീബോർഡ് ഉണ്ടായിരുന്നു. കീബോർഡ് വെച്ചതുകൊണ്ട് തന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല, കീബോർഡ് മുകളിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ചെയ്യേണ്ട സ്പേസ് കുറവായിരുന്നു. അതായത് പേപ്പർ മടക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കീബോർഡിൽ തട്ടിയിട്ടാണ് എഴുതുക. ബാക്കിയുള്ളവർക്ക് നല്ല പരന്ന സ്ഥലമാണ്, ഒരുപാട് സ്ഥലമുണ്ട്, പേപ്പർ വെച്ച് എഴുതാം. നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് എഴുതണം. അത് എനിക്ക് കിട്ടിയൊരു സ്പേസാണ്. അപ്പം ഞാൻ അത്രയും ചിന്തിച്ചില്ല. പക്ഷേ എക്സാം തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പക്ഷെ എന്നാൽ പോലും ഞാൻ അതൊന്നും ചിന്തിക്കാണ്ട് എക്സാം അറ്റംപ്റ്റ് ചെയ്തു. മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു. ആൻഡ് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അതായിരിക്കാം എനിക്കിത് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ. അതുതന്നെയാണ് എനിക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തതെന്ന് പറയുന്നത് 55 അറ്റംപ്റ്റ്സ് ആണ് ഞാൻ കൊടുത്തിരുന്നത്. ഈ 55 അറ്റംപ്റ്റ്സിൽ ഞാൻ അറിയുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് ഉണ്ടാവാം, 1 2 നെഗറ്റീവ് ഉണ്ടായാൽ ഉണ്ടായി, അല്ലാണ്ട് അതും ഇംഗ്ലീഷിലായിരിക്കും മിക്കവാറും. കാരണം ഇംഗ്ലീഷ് മാത്രമാണ് ഞാൻ അങ്ങനെ അതാണോ ഇതാണോ എന്നുള്ള രീതിയിൽ അറ്റംപ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ക്വാണ്ടായാലും 100% ആക്യുറസി ആയിരിക്കും. അതേപോലെ റീസണിങ്ങും 100% ആക്യുറസി ഉള്ളത്, അതായത് എനിക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് ഞാൻ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് രണ്ടും 100%. നമുക്ക് സ്കോർ കാർഡ് വരാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. 100% ആക്യുറസി ആയിരിക്കും. ഇംഗ്ലീഷ് ആയിരിക്കാം തെറ്റിയത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, റീസണിങ് തെറ്റിയിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അറിയുന്നത് മാത്രമേ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ കറക്കി കുത്താൻ പോയിട്ടില്ല. അതായത് വെറുതെ അറ്റംപ്റ്റ്സ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. കിട്ടൂല എന്ന്, കാരണം IBPS PO കിട്ടണം എന്ന് പറഞ്ഞിട്ട് എഴുതിയതോ അല്ലാണ്ട് എനിക്ക് കിട്ടും, ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയ എക്സാം അല്ല. കിട്ടിയാൽ കിട്ടി, വെറുതെ ഒരു അറ്റംപ്റ്റ് കൊടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ പോയിരുന്ന് എഴുതിയതാണ്. അപ്പോൾ എനിക്ക് വെറുതെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അറിയുന്നത് മാത്രം എഴുതി. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, ടഫ് തന്നെയായിരുന്നു. കാരണം PO ലെവലിൻ്റെ ആ ഒരു ലെവൽ ഉണ്ടായിരുന്നു IPS POന്.
ക്ലർക്ക് ലെവൽ അത്രയും ഈസി അല്ലല്ലോ. പി ഒ ലെവലിന് ഏറ്റവും നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു റീസണിങ്ങിൽ ഞാൻ വെറും 16, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 16 അറ്റംപ്റ്റ് മാത്രമേ റീസണിങ് കൊടുത്തിട്ടുള്ളൂ. അപ്പം 16 അറ്റംപ്റ്റ് ഞാൻ ഇവിടെ മോക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം 30 ഒക്കെ അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നിട്ട് എനിക്ക് അവിടെ എത്തിയിട്ടാകുമ്പോൾ 16 അറ്റംപ്റ്റ് കൊടുത്തപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നത്. അപ്പോൾ 16 അറ്റംപ്റ്റ് മാത്രമേ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ റീസണിങ്. ഇംഗ്ലീഷാണ് ഞാൻ നല്ല അറ്റംപ്റ്റ് കൊടുത്തത്, 27 അങ്ങനെ എന്തോ അറ്റംപ്റ്റാണ് കൊടുത്തത്, എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ക്വാണ്ട് ഐ തിങ്ക് 14 or 16, 14 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെത്രയാണെന്ന് ഔട്ട് ഓഫ് 25 ആണ്. അപ്പം അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 24 മറ്റാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്. പക്ഷേ ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് സാധാ ക്വസ്റ്റ്യൻസ്, അതായത് സിനോണിം ആയാലും ആൻറ്റണിം ആയാലും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കുഴപ്പമുണ്ടായിരുന്നില്ല. ക്വാണ്ട് പിന്നെ നമുക്കറിയാം, പി ഒ ലെവലിൻ്റെ ക്വാണ്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ അറ്റംപ്റ്റ്സ് കുറവായിരിക്കും, അത്രയും അറ്റംപ്റ്റ്സ് ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ക്ലർക്ക് ലെവലാണ് പിന്നെ നമുക്ക് സിംപ്ലിഫിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 20 എബോ അറ്റംപ്റ്റ്സ് പോകുന്നത്. പക്ഷേ പി ഒൻ്റെ ലെവലാണെങ്കിൽ നമുക്ക് 10 അറ്റംപ്റ്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഞാൻ 10 എബോ കൊടുത്തപ്പോൾ തന്നെ, കാരണം SBI പി ഒൻ്റെ അറ്റംപ്റ്റ്സ് ഞാൻ 8 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് പിന്നെ സെക്ഷൻ കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് 8 അറ്റംപ്റ്റ്സോ 6 അറ്റംപ്റ്റ്സോ മാത്രമേ എനിക്ക് SBIക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ IBPS POക്ക് എനിക്ക് അറ്റംപ്റ്റ്സ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പം നെഗറ്റീവ് ഇല്ല. അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫും ഈ വർഷത്തെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫൊക്കെ ഞാൻ നോക്കുമ്പം അറൗണ്ട് 45 എബോ മാത്രമേ കട്ട് ഓഫ് വരൂ. 45 to 49 കട്ട് ഓഫൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 45 to 48 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കട്ട് ഓഫ് വരാം. 50 എബോ കട്ട് ഓഫ് പോവില്ല. അപ്പോൾ 50 എബോ അറ്റംപ്റ്റ്സ് കൊടുത്തവർക്ക് ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടില്ല, ഇനി കിട്ടുമോ അങ്ങനെയുള്ളൊരു ഇതാണ്. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷേ എവിടെയോ ആ ഒരു കട്ട് ഓഫ് റേഞ്ച് തന്നെ ആണെങ്കിൽ 46 or 48 ആണെങ്കിൽ ചിലപ്പം കിട്ടും. പിന്നെ നോർമലൈസേഷൻ ഉണ്ടല്ലോ, എക്സാം റീസണിങ് ഒക്കെ കുറച്ച് ടഫ് ആയതുകൊണ്ട് നോർമലൈസേഷൻ ചെയ്യുമ്പോൾ മാർക്ക് കൂടാനാണ് എൻ്റെ ഷിഫ്റ്റിന് ചാൻസ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ദിവസം ഇതൊക്കെ അനലൈസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് ഓക്കെ കിട്ടുമായിരിക്കും. പക്ഷെ എന്നിട്ടും ഞാൻ എന്ത് ചെയ്തില്ല, മെയിൻസിന് പ്രിപ്പയർ ചെയ്തില്ല. അതെൻ്റെ ഒരു മണ്ടത്തരമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ മെയിൻസിന് പ്രിപ്പയർ ചെയ്തില്ല. എനിക്ക് ഈ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, 55 അറ്റംപ്റ്റ്സ് 55+50 എബോ അറ്റംപ്റ്റ്സ് കൊടുത്തവർ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനതൊക്കെ ഇഗ്നോർ ചെയ്തു ഗൈസ്. അതെന്താണ് ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. പ്രിപ്പയർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ GK ആട്ടോ, GK ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. അത് കഴിഞ്ഞ് SBI ക്ലർക്ക് വരാനുണ്ട്. എനിക്ക് ക്ലറിക്കൽ ലെവലാണല്ലോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് SBI ക്ലർക്കിൽ നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഉള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യം ഞാൻ അങ്ങനെ നോക്കിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റിസൾട്ട് വന്നിട്ട് ഒരു പ്രിലിംസ് പാസ്സായിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അപ്പം പഠിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. റിഗ്രറ്റാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പം റിസൾട്ടിൻ്റെ ദിവസത്തിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു 55 അറ്റംപ്റ്റ്സേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഐ തിങ്ക് നല്ല ആക്യുറസി ഉണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കുറേ വീഡിയോസ് കണ്ടു കേട്ടോ. 60 എബോ അറ്റംപ്റ്റ്സ് കൊടുത്തവർ അല്ലെങ്കിൽ 74 അറ്റംപ്റ്റ്സ് കൊടുത്തവർക്ക് IBPS PO ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് ഞാൻ കണ്ടു. ശരിക്കും എനിക്ക് തന്നെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഞാൻ 55 അറ്റംപ്റ്റ്സ് കൊടുത്തിട്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്ത് പോയ ഒരാൾ 61 അറ്റംപ്റ്റ് കൊടുത്തിട്ട് അത്രയും പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് 61 അറ്റംപ്റ്റ് കൊടുത്തിട്ട് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത് നോർമലൈസേഷൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കുറേ ആൾ അങ്ങനെ പറയുന്നത് കേട്ടു. പക്ഷേ ആക്യുറസിയുടെ പ്രോബ്ലമാണ് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ കാര്യത്തിൽ അതാണ് ഞാൻ ക്ലിയർ ചെയ്യാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 55 അറ്റംപ്റ്റ്സും അത്യാവശ്യം 1-2 തെറ്റിയാലേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തെറ്റ് പറയാൻ പറ്റുന്ന ഒന്നും എനിക്കില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല ഇനി ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടോ നമുക്ക് പറയാൻ. എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തൊക്കെയാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തതെന്നോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളത് ഇപ്പോൾ ഓർമ്മയില്ല. എൻ്റെ ഒരു രീതി വെച്ച് കഴിയുമ്പോൾ ഞാൻ 55 എനിക്ക് പാസ്സായത് കാരണം ഞാൻ അത്രയും ആക്യുറേറ്റ് ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ അതുകൊണ്ടായിരിക്കും ഞാൻ പാസ്സായിട്ടുണ്ടാവുക. ബാക്കി 60 അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് അറ്റംപ്റ്റ്സിൻ്റെ എല്ലാ കാര്യം
നിങ്ങൾ എത്ര അറ്റംപ്റ്റ്സ് കൊടുക്കുന്നുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര കുറവ് അറ്റംപ്റ്റ്സ് കൊടുത്തുന്നോ നിങ്ങൾ എത്ര കൂടുതൽ അറ്റംപ്റ്റ്സ് കൊടുത്തു എന്നുള്ളതല്ല നിങ്ങളുടെ കാര്യം. നിങ്ങൾ 80 അറ്റംപ്റ്റ്സ് കൊടുത്താൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയില്ല അല്ലേ. 80 അറ്റംപ്റ്റ്സ് കൊടുത്തിട്ട് 40 മാർക്ക് കിട്ടാം, 35 മാർക്ക് കിട്ടാം, ഇതൊക്കെ കിട്ടാം. കാരണം നിങ്ങൾ ശരിയെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. ആ ഒരു തിരക്കിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ മൈൻഡ് പറയുന്നത് മാത്രമേ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ആ സമയത്ത് ഇരുന്ന് നമുക്ക് 2 വട്ടോ 3 വട്ടോ വെരിഫൈ ചെയ്യാനുള്ള ടൈമൊന്നും നമുക്കില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടാണ്ടിരുന്നത് എന്നുള്ളൊരു ഇതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. നിങ്ങൾ ചെയ്തതിൽ എത്ര അറ്റംപ്റ്റ്സ് കൊടുത്തു എന്നത് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്തതിൻ്റെ ആക്യുറസിയാണ് മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾ ചെയ്തതിൽ എത്ര തെറ്റുണ്ട് അല്ലെങ്കിൽ എത്ര ശരിയുണ്ട് എന്നുള്ളത് വെച്ച് മാത്രമാണ് നിങ്ങളുടെ മാർക്ക് വരിക. ആൻഡ് ഷിഫ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി അതേപോലെ. ചിലപ്പോൾ നിങ്ങൾ ഈ 61 അറ്റംപ്റ്റ് കൊടുത്തത് ഏറ്റവും ഈസി ഷിഫ്റ്റിലായിരിക്കാം. ഈസി ഷിഫ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ഷിഫ്റ്റിൽ എഴുതിയ കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ 70യോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലേ. അങ്ങനെയല്ലേ നോർമലൈസേഷൻ ചെയ്യുക. ഇതൊന്നും അറിയാണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ 61 അറ്റംപ്റ്റ് കൊടുത്തു എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ല. അറ്റംപ്റ്റ്സ് ആ ഒരു നിങ്ങളുടെ ആ ഒരു ഷിഫ്റ്റിൽ എല്ലാ കുട്ടികളും കൊടുത്ത അറ്റംപ്റ്റ്സിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടിയ മാർക്കിൻ്റെ അറ്റംപ്റ്റ്സ് അല്ല മാർക്കിൻ്റെ ആവറേജ് മാർക്കിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കട്ട് ഓഫ് പാസ്സാവാണ്ടിരുന്നത്. അപ്പോൾ സ്കോർ കാർഡ് വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. എൻ്റെ ഒരു ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ ഇതായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. നോർമലൈസേഷൻ ചെയ്യുമ്പം ചിലപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ് ഈസി ആയിരിക്കാം. അപ്പോൾ അറ്റംപ്റ്റ്സിലല്ല കാര്യം, ആക്യുറസിയിലാണ് കാര്യം എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ റിസൾട്ടിൻ്റെ കാര്യം പറയാം. റിസൾട്ടിൻ്റെ ഡേറ്റ് എനിക്ക് തോന്നുന്നു IBPS POൻ്റെ റിസൾട്ടിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് വരും എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് എന്തായാലും, കാരണം ഒക്ടോബർ 12-നാണ് മെയിൻസ് എക്സാം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പോ റിസൾട്ട് വരേണ്ടതാണ്. കറക്റ്റ് 2 ആഴ്ച മുമ്പ് റിസൾട്ട് വന്നിട്ടുണ്ട്. കറക്റ്റല്ല, ഏകദേശം 2 ആഴ്ച മുമ്പ് റിസൾട്ട് വരും എന്നുള്ളത്, സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് റിസൾട്ട് വരും എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് SBI ക്ലർക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നത് 27-നാണ്. സെപ്റ്റംബർ 27-നാണ് എനിക്ക് SBI ക്ലർക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഷിഫ്റ്റാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എത്ര അറ്റംപ്റ്റ്സ് കൊടുത്തു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ അപ്പം റിസൾട്ട് വരും എന്നുള്ളത്, അപ്പം തലേന്ന് രാത്രി, അതായത് 25-ാം തീയതി രാത്രിയോ മറ്റും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. മെസ്സേജ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അങ്ങനത്തെയുള്ള ഗ്രൂപ്പിൽ ആശിഷ് അറോറ സാറിൻ്റെ ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. IBPS POൻ്റെ സൈറ്റിൽ റിസൾട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് ഡൗൺലോഡ് സൂൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ട് സ്റ്റാറ്റസ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ലേറ്റ് ഈവനിങ്, അതായത് 26-ാം തീയതി ലേറ്റ് ഈവനിങ്ങിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പേജിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പം ലേറ്റ് ഈവനിങ് എന്ന് പറയുമ്പോൾ എന്തായാലും വൈകിട്ട് ഒരു 4 മണി 5 മണിയാകുമ്പോൾ റിസൾട്ട് വരും എന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഡൗട്ട്, എനിക്ക് 27-ന് എക്സാമാണ്, 26-ന് റിസൾട്ട് വരും. അപ്പോൾ ഇത് നോക്കണോ? കാരണം എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. കാരണം അത്രയും അറ്റംപ്റ്റ് കൊടുത്തിട്ട് 55 അറ്റംപ്റ്റ്സ് ആണ്. തെറ്റ് കുറവാണെന്നും എനിക്കറിയാം, ആക്യുറേറ്റ് ഉണ്ടാവും എന്നറിയാം. ഞാൻ ChatGPTയോടും അങ്ങനെയുള്ള കുറച്ച് സൈറ്റുകളിലൊക്കെ നോക്കുമ്പം എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ആവുമെന്നുള്ള ഐഡിയ ആണ് എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 26-ാം തീയതി 25-ാം തീയതിയൊക്കെ ആകുമ്പം കിട്ടിപ്പോവോ, ഇനി കിട്ടുമായിരിക്കും അല്ലേ കിട്ടും എന്നുള്ളൊരു ഹോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും അത് ഉണ്ടായിരുന്നില്ല, പക്ഷെ കിട്ടും എന്നുള്ളൊരു ഹോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ആ ഒരു ഹോപ്പ് വന്നത്. എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്ക് കിട്ടൂല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് റിസൾട്ട് നോക്കണോ വേണ്ടിയോ, റിസൾട്ട് നോക്കിയിട്ട് ഇനി ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അത് 27-ത്തിലുള്ള എക്സാമിനെ ബാധിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനത് 2-3 ആളോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഇത് നോക്കിയില്ലെങ്കിൽ ഈ എക്സാം എഴുതാൻ പോകുന്നത് വരെ ഇതന്നെയായിരിക്കും മൈൻഡിൽ. IBPS PO എല്ലാവരും, അപ്പം എന്തായാലും എല്ലാവരും റിസൾട്ട് ചോദിച്ചിട്ട് ഇടും, അല്ലെങ്കിൽ റിസൾട്ട് എന്തായി എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പം നമ്മൾ നോക്കിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാമല്ലേ, അതന്നെയായിരിക്കും മൈൻഡിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. നോക്കിയില്ലെങ്കിൽ പിന്നെ എന്തായിട്ടുണ്ടാവും എന്നുള്ളൊരു ടെൻഷനായിരിക്കും ഉള്ളിലുണ്ടാവുക. അതിനേക്കാളും നല്ലത് നോക്കിയിട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കാം.
കിട്ടിയാൽ ഈ SBI ക്ലർക്കിൻ്റെ എക്സാം എഴുതുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എഴുതാം. കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ 26th ആവുമ്പം 26th ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു. കാരണം SBI POൻ്റെ റിസൾട്ട് വന്നപ്പം സൈറ്റ് ഭയങ്കര ഹാങ് ആയിരുന്നു. കാരണം എല്ലാവരും ഒന്നാകെ കയറി നോക്കുമ്പം സൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല, റിസൾട്ട് കാണാൻ കുറേ വൈകിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതാവണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് റിസൾട്ടിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് എന്തായാലും അറിയുമല്ലോ വന്നപ്പാട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മണി മുതൽ 2:30 മുതൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചു. 3 മണി മുതൽ നോക്കാൻ തുടങ്ങി. 3 മണിക്ക് ഒരിക്കൽ നോക്കി, 3:30 നോക്കി, 4 മണിക്ക് നോക്കിയപ്പം 4 മണിയാകുമ്പോഴാണെന്ന് തോന്നുന്നു റിസൾട്ട് വന്നു. വന്ന സമയത്ത് എനിക്ക് സൈറ്റ് ബ്ലോക്കായില്ല, കറക്റ്റ് ഓപ്പണായി. നോക്കിയപ്പം ഓക്കെ, രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്ത് റിസൾട്ട് നോക്കിയപ്പം ഇങ്ങനൊരു സ്ക്രീൻ വന്നു. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഏറ്റവും കുഞ്ഞക്ഷരമായിരുന്നു. കുഞ്ഞക്ഷരം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടാണ് സ്ക്രീൻഷോട്ട് എടുത്തത്. ഇതിനേക്കാളും ചെറുതായിട്ടാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായത്, നോക്കിയവർക്ക് അറിയാമല്ലോ. അപ്പം പേരൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഇവിടെ കണ്ടത് ആകത്തിൽ ഈ കൺഗ്രാജുലേഷൻ മാത്രമാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു കിട്ടിയോ കാരണം നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞപ്പോൾ SBI POൻ്റെ ഒക്കെ റിസൾട്ട് വന്നപ്പം അതിൽ മാർക്കോട് കൂടിയിട്ടായിരുന്നു, മാർക്കല്ല ഈ കട്ട് ഓഫ് ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും കുഞ്ഞൻ സ്ക്രീൻ ആയിരുന്നില്ല, ഇൻ്റർഫേസ് ആയിരുന്നില്ല. ഇതിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എന്താണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നു, ഓരോ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക, നമ്മുടെ മാർക്കും അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, ഈ ഒരു സ്ക്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കൺഗ്രാജുലേഷൻസ് എന്ന് കണ്ടപ്പം ഞാൻ വെച്ചു ഇനിയിപ്പം എന്താണ് പറയുന്നത്. അപ്പം ഞാനിത് വായിച്ചു നോക്കി. ഓക്കെ, യു ഹാവ് ബീൻ പ്രൊവിഷണലി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഓൺലൈൻ മെയിൻസ് എക്സാമിനേഷൻ എക്സ്പെക്ട് നോട്ട് ടു ഹെൽഡ് ഓൺ 12/10/2025. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ പാസ്സായി എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. പക്ഷെ സ്കോർ കാണിക്കില്ല എന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്, സ്കോർ ഇല്ല എന്നുള്ളത്. അപ്പം ഇറ്റ്സ് ഓക്കെ, പക്ഷെ പാസ്സായി എന്ന് കണ്ടു. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ മെയിൻസിന് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാനത് ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്യും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ എനിക്കൊരു 14 ദിവസം മറ്റുണ്ട്. ഇനിയുള്ള ദിവസം ഞാൻ പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഇത് പാസ്സായപ്പം ഈ മെയിൻസ് കിട്ടിയില്ലെങ്കിലും ഓക്കെ, പക്ഷേ ഈ ഒരു എക്സാം പാസ്സായപ്പം ഞാൻ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നതെന്നും എൻ്റെ പഠന രീതി ശരിയാണെന്നും ഇങ്ങനെയാണ് പോകേണ്ടതെന്നും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിനിപ്പം അടുത്ത എക്സാമിലേക്ക് എനിക്കത് SBI ക്ലർക്കിൻ്റെ എക്സാം പിറ്റേന്ന് ഞാൻ പോയി എഴുതി. അപ്പോഴും ഇതൊന്നും ഒരു ഫാക്ടറല്ല, പക്ഷേ കോൺഫിഡൻസ് എന്തായാലും വേണം അല്ലേ. കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് മെയിൻ ഫാക്ടർ. അപ്പം അതെനിക്ക് കുറച്ച് ഞാൻ ക്ലിയർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കിപ്പോൾ ഉണ്ട്. സോ ഞാൻ ഹാപ്പിയാണ് അതിൽ. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ചെയ്തവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എത്ര പേര് ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ ക്ലിയർ ആയില്ലേ, എന്തുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്, എത്ര അറ്റംപ്റ്റ്സാണ് നിങ്ങൾ കൊടുത്തത്, അറ്റംപ്റ്റ്സ് കൂടുതൽ കൊടുത്തിട്ട് ക്ലിയർ ആയില്ലേ എന്നുള്ളൊരു എന്താണ് നിങ്ങളുടെ ലെവൽ, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ IPS മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ക്വാളിഫൈ ആയിട്ടുണ്ടോ, മെയിൻസ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഐഡിയ, നിങ്ങൾ സ്ട്രാറ്റജി വേണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ SBI ക്ലർക്കിൻ്റെ അനാലിസിസ് ആണ്. അനാലിസായിട്ട് ഞാൻ വരുന്നതായിരിക്കും, ഉടനെ തന്നെ വരുന്നതായിരിക്കും, ലേറ്റ് ആവില്ല. എന്താണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്നുള്ള ഇതൊക്കെ ഞാൻ ചെയ്ത് വരുന്നതായിരിക്കും. ഒരുപാട് പേര് മുന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടു, ഇത്രയും അറ്റംപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ആവോ എന്ന് ചോദിച്ചിട്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പത്തെ സെപ്റ്റംബർ 2021 എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. 27th കഴിഞ്ഞ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഉടൻ എൻ്റെ അനാലിസിസും എൻ്റെ ലെവൽ, ഞാൻ എത്ര അറ്റംപ്റ്റ് ചെയ്തു, എത്ര ആക്യുറേസി ഉണ്ടാവും എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ക്ലിയർ ചെയ്തവരും ക്ലിയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും എത്ര അറ്റംപ്റ്റ്സ് കൊടുത്തു എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക. അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ബാക്കിയുള്ളവർക്ക്, ഒരുപാട് മോട്ടിവേഷൻ ആയിരിക്കും ബാക്കിയുള്ളവർക്ക്. സോ കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.